ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഈ വർഷത്തെ കൃഷി തുടങ്ങാനുള്ള ചെടികളൊക്കെ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ചെടികളൊക്കെ നടാൻ പോവുകയാണ്. പക്ഷേ ചെടികൾ നടുന്നതിന് മുന്നേ വലിയൊരു പണിയുണ്ട്. അപ്പോൾ വീടിന് മുന്നിലും ബാക്കിലായിട്ടൊക്കെ ഉള്ള പുല്ലൊക്കെ വളർന്നു, കൂടെ തന്നെ കളകളും വളർന്നിട്ടുണ്ട്. മഞ്ഞൊക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് സീസൺ തുടങ്ങിയത് മുതൽ നല്ല മഴയാണ്. അങ്ങനെ പുല്ലൊക്കെ ട്രിം ചെയ്യാനുള്ള മെഷീനൊക്കെ എടുത്തു. ഇനി ഈ പുല്ലെല്ലാം ചെറുപറ ട്രിം ചെയ്യണം. ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഒരു പൂവ് കാട്ടുപൂവാണ്, കളയാണ്. ഇതിനൊട്ടേറെ ഗുണങ്ങളുണ്ട്. ഡാൻഡിലൈൻ എന്നാണ് ഈ ചെടിയുടെ പേര്. ഈ ചെടിയുടെ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശത്ത് ഈ പൂക്കൾ വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ജമന്തിത്തോട്ടം പോലെയൊക്കെ തോന്നും. പക്ഷേ ഈ ചെടി മറ്റുള്ള ചെടികളെ കൂടി നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഇത് വെട്ടിക്കളഞ്ഞേ പറ്റൂ. ഇവിടെ ഇപ്പോൾ വേനൽക്കാലമായി വരുന്നതേ ഉള്ളൂ. വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് ഞാൻ ചില ചെടികൾ നട്ടുവെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ പുറത്തെടുക്കുന്നില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ തീരെ മോശമാണ്. അപ്പോൾ ഞാൻ വീടിനകത്ത് ഉരുളക്കിഴങ്ങെല്ലാം നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്തായാലും പുറത്തെടുത്ത് മാറ്റി നടാൻ പോവുകയാണ്. ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ല വലുതായിട്ട് വളർന്നു വന്നതാണ്. ഇനി ഇത് രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ മാറ്റി നട്ട് നോക്കുവാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഗാർഡനിൽ പോവാം. ഫ്രണ്ടിലുള്ള ഗാർഡനിൽ ഞാൻ കൂടുതലും പൂക്കളാണ് നട്ടുവെക്കുന്നത്. നമ്മൾ നടുന്ന എല്ലാ ചെടികളും എല്ലാ വർഷവും വളർന്നു വരണമെന്നില്ല. ചില ചെടികൾ മാത്രമേ മഞ്ഞിനെയൊക്കെ അതിജീവിച്ച് വളർന്നു വരികയുള്ളൂ. ഈ ഒരു ഓറഞ്ച് പൂവ് ഡാനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എല്ലാ വർഷവും വളർന്നു വരുന്നതാണ്. കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും വായോ. മഴയോലും മഞ്ഞല്ലേ, മുളയോലക്കോടല്ലേ, അഴകോലും മിഴിയോരം കുളിരോറും കനവല്ലേ. മണവാളൻ വന്നു വിളിച്ചാൽ നാടം കൊള്ളും മനസ്സല്ലേ. കണ്ണാടിക്കൂടം കൂട്ടി കണ്ണെഴുതി. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് പിങ്ക് കളറിലുള്ള ഒരു റോസാ ചെടി എനിക്കുണ്ടായിരുന്നു. അത് മഞ്ഞിനെയൊക്കെ അതിജീവിച്ച് 2 വർഷം നന്നായിട്ട് വളർന്നു വന്നു. പക്ഷേ കഴിഞ്ഞ മഞ്ഞുകാലത്ത് അത് നശിച്ചു പോയി. അതുകൊണ്ട് ഞാൻ പുതിയൊരു റോസാ ചെടി കൂടി വാങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെ ഗാർഡനും രാത്രിയിൽ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങാറുണ്ട്. എല്ലാവരും സോളാർ ലൈറ്റ്സ് വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊക്കെ വാങ്ങിച്ച സോളാർ ലൈറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ഗാർഡനിൽ വെക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ച കുറച്ച് ചെടികളൊക്കെ നട്ടു. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വീടിനകത്ത് വളർത്തി വെച്ചിരിക്കുന്ന എല്ലാ ചെടികളും പുറത്തെടുത്ത് നടുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ ബാക്ക് യാർഡിൽ ഈ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ കൃഷി തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.